ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് എക്സ്പ്രഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇവാലുവേഷൻ എങ്ങനെ നടക്കും എന്നുള്ളതാണ്. ഓക്കെ, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സിംപ്ലി നമ്മളൊരു നോർമൽ വേരിയബിൾ വെറുതെ എഴുതി അതിനെ നമുക്കൊരു എക്സ്പ്രഷൻ എന്ന് വിളിക്കാം. a = 10 എന്ന് എഴുതി, അതും ഒരു എക്സ്പ്രഷൻ എക്സാമ്പിളാണ്. a = b + 10 എന്ന് എഴുതി, അതും എന്തിന് എക്സാമ്പിളാണ്? ഒരു എക്സ്പ്രഷൻ എക്സാമ്പിളാണ്. ഇതേപോലെ നമുക്ക് ഒരു വേരിയബിൾ മാത്രമോ ആ വേരിയബിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന കുറേ സെറ്റ് ഓഫ് വേരിയബിൾസും ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സും വരുന്ന കോണ്ടെക്സ്റ്റുകളെല്ലാം നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു എക്സ്പ്രഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താമെന്ന്. അപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴേക്കും ആ ഒരു പ്രിസിഡൻസ് ടേബിളും അസോസിയേറ്റ് നമുക്ക് കുറച്ചുകൂടെ സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ആ പ്രിസിഡൻസ് ടേബിൾ മനസ്സിലുണ്ടായിരിക്കണം. ആ പ്രിസിഡൻസ് ടേബിൾ പഠിക്കാതെ നമുക്ക് ഒരിക്കലും എക്സ്പ്രഷൻ ഇവാലുവേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 2 1. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനകത്ത് എത്ര ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം നോക്കണം. ഇവാലുവേഷന് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഹൗ മെനി ഓപ്പറേറ്റേഴ്സ് ആർ ദെയർ ഇൻ ദിസ് എക്സ്പ്രഷൻ. എത്ര ഓപ്പറേറ്റേഴ്സ് ഉണ്ട്? 2 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ആണ്? ഈ ഒരു സ്റ്റാർ എന്നൊരു ഓപ്പറേറ്റർ ഉണ്ട്, ഇവിടെ ഒരു സ്റ്റാർ എന്നൊരു ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 ഓപ്പറേറ്റേഴ്സും നമ്മൾ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്കിനി ചെയ്യേണ്ടത് എന്താണ്? ഇതിന് നമുക്ക് ഏത് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതായത് 2 ഓപ്പറേറ്റേഴ്സ് നോക്കുമ്പോഴേക്കും രണ്ടും സെയിം ഓപ്പറേറ്റർ. അപ്പോൾ അതിൻ്റെ പ്രിസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റർ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഏത് ഓർഡറിലാണെന്നാണ് പ്രിസിഡൻസ് പറയുന്നത്. അപ്പോൾ 2 സെയിം ഓപ്പറേറ്റർ ആയതുകൊണ്ട് പ്രയോറിറ്റി കൂടുതൽ കുറവ് അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റേ ഇല്ല. അപ്പോൾ 2 ഓപ്പറേറ്റേഴ്സിന് സെയിം പ്രിസിഡൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ അസോസിയേറ്റിവിറ്റി, ഓപ്പറേറ്ററിൻ്റെ അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യും. ഓക്കെ, അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണുള്ളത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എക്സിക്യൂട്ട് ചെയ്യണോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എക്സിക്യൂട്ട് ചെയ്യണോ എന്നാണ് അസോസിയേറ്റിവിറ്റി പറഞ്ഞുതരിക. അപ്പോൾ 2 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആ 2 ഓപ്പറേറ്ററായിട്ട് യൂസ് ചെയ്തേക്കുന്നത് സെയിം തിങ് ആണ്. അപ്പോൾ നമ്മുടെ പവർ കണ്ടുപിടിക്കാനുള്ള ഓപ്പറേറ്റർ അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്ററാണ് ഡബിൾ സ്റ്റാർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഈ ഡബിൾ സ്റ്റാറിൻ്റെ എക്സിക്യൂഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അതുകൊണ്ട് ഈ 2 പേരിലും ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ട ഓപ്പറേറ്റർ ഏതായിരിക്കണം? റൈറ്റിൽ കിടക്കുന്ന സ്റ്റാറും രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്യേണ്ട എന്തായിരിക്കണം? ലെഫ്റ്റിൽ കിടക്കുന്ന സ്റ്റാറും. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. റൈറ്റിൽ കിടക്കുന്ന സ്റ്റാറാണ് ആദ്യം വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റർ നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ ഓപ്പറേറ്ററിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്തേക്കുന്ന ഓപ്പറാൻസ് ആരൊക്കെയാണ്? 2ഉം 1ഉം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 പവർ 1 എന്ന് എഴുതണം. എങ്ങനെ എഴുതണം? 2 പവർ 1. ഓക്കെ, അപ്പോൾ 2 പവർ 1 ചെയ്യുമ്പോഴേക്കും നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഓപ്പറേറ്ററിലേക്ക് ചെല്ലും. അപ്പോൾ ഈ ഒരു പോർഷൻ ഫുള്ള് നമ്മളിപ്പോൾ ഏത് വാല്യൂ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 2 എന്നുള്ള വാല്യൂ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമതുള്ള സ്റ്റാറിനെ പോയി നോക്കും. ആ സ്റ്റാറിൻ്റെ ലെഫ്റ്റിൽ റൈറ്റുള്ള ഓപ്പറൻസ് ആരൊക്കെയാണ്? 3 ഡബിൾ സ്റ്റാർ. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ആയിട്ടുള്ള 2. വാട്ട് ഇസ് ദാറ്റ്? 3 പവർ 2. നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 9. സോ 9 വിൽ ബി അവർ ഫൈനൽ ആൻസർ. ഓക്കെ ആണോ? സോ ഇങ്ങനെയായിരിക്കും നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേഷൻസ് വർക്ക് ഓൺ ആവുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ് നോക്കാം. 4 + 11 mod 6 ഫ്ലോർ ഡിവിഷൻ 2 ഡബിൾ സ്റ്റാർ 2. അപ്പോൾ ഇവിടെ കുറേ ഓപ്പറേറ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോ ഓപ്പറേറ്റേഴ്സും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഓപ്പറേറ്ററിനകത്ത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു മോഡുലസ് ഓപ്പറേറ്റർ വന്നിട്ടുണ്ട്, ഒരു ഫ്ലോർ ഡിവിഷൻ വന്നിട്ടുണ്ട്, പിന്നെ ഒരു എക്സ്പൊണൻഷ്യൽ സിമ്പൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഹൈറാർക്കി നോക്കുവാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം? ഡബിൾ സ്റ്റാറിന് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് സെഷൻ ആയിരിക്കണം ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 ഡബിൾ സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to the power 2 നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷനെ നമുക്ക് ഇനി എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 4 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോഴേക്കും ഇവർ രണ്ടുപേരും, അതായത് മോഡുലസ് ഓപ്പറേറ്ററും ഫ്ലോർ ഡിവിഷൻ ഓപ്പറേറ്ററിൻ്റെയും ഹൈറാർക്കി നോക്കുന്ന സമയത്ത് എന്താണ്? ഒരേ ലെവലിലാണ് ഇവർ രണ്ടുപേരും കിടക്കുന്നത്, അല്ലേ? അതായത് നമ്മൾ ഹൈറാർക്കി ടേബിൾ നോക്കുവാണെങ്കിൽ എന്തൊക്കെ വരും? പ്ലസ് വരും, മൾട്ടിപ്ലിക്കേഷൻ വരും, ദെൻ മൾട്ടിപ്ലിക്കേഷൻ വരും, ഡിവിഷൻ വരും, ഫ്ലോർ ഡിവിഷൻ വരും, പിന്നെ മോഡുലസ് ഓപ്പറേറ്റർ വരും. ഇവരെല്ലാം ഒരേ ലെവലിലാണ് നമ്മുടെ ടേബിളിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരേ ലെവലിലുള്ള ഓപ്പറേറ്റേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അസോസിയേറ്റിവിറ്റി ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ നോക്കണം. ഇവരുടെ എല്ലാ അസോസിയേറ്റിവിറ്റി എങ്ങനെയാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലാണ്. എങ്ങോട്ടേക്കാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി ആയതുകൊണ്ട് ഇവർ രണ്ടുപേരിൽ ഏതാണ് ലെഫ്റ്റ് മോസ്റ്റ് എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോഴേക്കും ആദ്യം കാണുന്നത് ആരെയാണ്? മോഡ് ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആരെയാണ്? മോഡുലസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ എന്താണ്? 11 mod 6 ചെയ്യും. 11 mod 6 ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് ചെയ്യുക? 11 mod 6. അപ്പോൾ എന്താണ്? 1 ടൈംസേ ഉള്ളൂ 6 11ൽ. സോ 5 വിൽ ബി ദ റിമൈൻഡർ. സോ നമ്മുടെ ആൻസർ അതായത് ആൻസറിനകത്തുള്ള റിമൈൻഡറിനെ കണ്ടുപിടിക്കുന്ന ആളാണ് മോഡുലസ് ഓപ്പറേറ്റർ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 11 mod 6ൻ്റെ ആൻസർ 5 ആണ്. സോ അവർ ആൻസർ വിൽ ബി 5. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പോർഷനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഏത് വാല്യൂ വെച്ചിട്ടായിരിക്കും? 5 വെച്ചിട്ടായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? നെക്സ്റ്റ് കാണുന്നത് ഫ്ലോർ ഡിവിഷനാണ്. അപ്പോൾ ഫ്ലോർ ഡിവിഷൻ്റെ ലെഫ്റ്റിൽ റൈറ്റിലുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? ഫ്ലോർ ഡിവിഷൻ്റെ ലെഫ്റ്റിൽ 5ഉം
റൈറ്റ് സൈഡിൽ ആരാണ് 4. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്നത് എന്താണ് 5 ഫ്ലോർ 4. അപ്പോൾ 5നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻറ്റ് വിത്തൗട്ട് ഡെസിമൽ പോർഷൻ അതാണ് എത്രയാണ് 1 കിട്ടും അല്ലേ. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഇത്രയും സെഗ്മെൻറ്റ്സിനെ നമ്മളിപ്പോൾ ഫുള്ളി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എന്താണ് 1 ആണ്. സോ ഇതിനകത്ത് ഏറ്റവും പ്രയോറിറ്റി കുറഞ്ഞ ആരാണ് പ്ലസ് ആണ്. സോ പ്ലസ് നമ്മൾ ഫൈനലി എക്സിക്യൂട്ട് ചെയ്യും. സോ 4 + 1 നമുക്ക് ആൻസർ എന്ത് കിട്ടും 5 കിട്ടും. സോ ദിസ് വിൽ ബി ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് വർക്ക് ഓൺ ആവുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് നോക്കിക്കേ, ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ഇവിടുത്തെ എക്സ്പ്രഷനിൽ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്? നോർമൽ ഡിവിഷൻ ഉണ്ട്, -7 ഉണ്ട്, പിന്നുള്ള എന്താണ് ഫ്ലോർ ഡിവിഷൻ ഉണ്ട്, പിന്നെന്താ ഉള്ളത് മോഡുലസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവരെല്ലാം ഒരേ കാറ്റഗറിയിൽ വരുന്നവരാണ്. ഡിവിഷൻ, ഫ്ലോർ ഡിവിഷൻ, മോഡുലസ് എല്ലാം ഒരേ പ്രയോറിറ്റിയിൽ വരുന്നവരാണ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ ഓരോ ഓപ്പറേറ്റേഴ്സിനും സെയിം ലെവലാണെങ്കിൽ സെയിം പ്രിസിഡൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ നേച്ചർ നോക്കണം. ലെഫ്റ്റ് ടു റൈറ്റ് ആണോ അസോസിയേഷൻ, റൈറ്റ് ടു ലെഫ്റ്റ് ആണോ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഇത്രയും ഓപ്പറേറ്റേഴ്സിൻ്റെ അസോസിയേറ്റിവിറ്റി ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിൽ കാണുന്ന ഓപ്പറേറ്റർ ആരാണ്, ഡിവിഷനാണ്, അതിനെ പിക്ക് ചെയ്യും. സോ 9/1 നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, ഇതൊരു നോർമൽ ഡിവിഷൻ ആയതുകൊണ്ട് പോയിന്റ് വാല്യൂസ് വരാം. അപ്പോൾ എന്ത് ചെയ്തു 9.0 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന വാല്യൂ എന്താണ്, രണ്ടാമത് കാണുന്ന ആരെയാണ്, ഫ്ലോർ ഡിവിഷൻ അല്ലേ. രണ്ടാമത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഇവർ 3 പേരിൽ ആരെയാണ് നമ്മൾ രണ്ടാമത് കാണുന്നത്, ഫ്ലോർ ഡിവിഷനാണ്. അപ്പോൾ നമ്മൾ ഫ്ലോർ ഡിവിഷനാണ്. നമുക്ക് ഫ്ലോർ ഡിവിഷൻ എടുക്കാം. ഫ്ലോർ ഡിവിഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് 7, ഫ്ലോർ ഡിവിഷൻ 7. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് 1 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. എന്ത് കിട്ടും, 1 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അതവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ -1 അങ്ങ് യൂസ് ചെയ്യുന്നതേ ഉള്ളേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാ ഉള്ളത്, 1 മോഡ് 7, 1 മോഡ് 9. നെക്സ്റ്റ് കാണുന്നത് എന്താണ്, മോഡ് വാല്യൂ ആണ് 1 മോഡ് 9. 1 മോഡ് 9 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വാല്യൂവിനേക്കാളും കുറവാണ് ഈ വാല്യൂ എങ്കിൽ എപ്പോഴും റിമൈൻഡർ ഓപ്പറേഷൻ്റെ ആൻസർ എന്തായിരിക്കും 1 ആയിരിക്കും. സോ 1 വിൽ ബി ദ ആൻസർ. ഓക്കെ, സോ ഈ നെഗറ്റീവ് അങ്ങ് കളഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് 1 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ആരെ മാത്രമേ ഉള്ളൂ, മൈനസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഏത് വാല്യൂ കിട്ടി, 1 കിട്ടി. ആ 1 മോഡ് 9 ചെയ്തപ്പോഴേക്കും നമുക്ക് ഏത് വാല്യൂ കിട്ടി, 1 കിട്ടി. ഓക്കെ, സോ 9/1 ചെയ്തപ്പോഴേക്കും നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്, 9.0 കിട്ടി. സോ 9.0 മൈനസ് ഈ ഇത്രയും സെഷനിൽ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്, 1 ആണ്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 9.0 - 1 നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 8 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്പറേഷൻ നോക്കാം. ദാറ്റ് ഈസ് 2 ഡബിൾ സ്റ്റാർ 9 മോഡ് 3 +2 +12 ഫ്ലോർ ഡിവിഷൻ 5.5 - 2.5. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രയോറിറ്റി ആർക്കാണ്, ബ്രാക്കറ്റഡ് ഓപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റഡ് ഓപ്പറേഷൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റഡ് ഓപ്പറേഷൻ ചെയ്തു 9 മോഡ് 3 +2. 9 മോഡ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് 2 ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്, മോഡുലസ് ഓപ്പറേറ്ററും ഉണ്ട് പ്ലസ്സും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഹയസ്റ്റ് പ്രിസിഡൻസ് ആർക്കാണ്, മോഡുലസിനാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ 9 മോഡ് 3 ചെയ്യും. 9 മോഡ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്, 9 3 ടൈംസ് വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, ആൻസർ കോഷ്യൻ വാല്യൂ എന്തായിരിക്കും, 3 തന്നെയായിരിക്കും. റിമൈൻഡർ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, 0 ആയിരിക്കും. സോ നമ്മുടെ ഇവിടുത്തെ റിമൈൻഡർ എന്താണ്, 0. ഓക്കെ, നമ്മളിനി പിന്നെ ചെയ്യുന്ന എന്താണ്, 2 വെച്ച് ആഡ് ചെയ്യും. അപ്പോൾ +2 ചെയ്യുന്ന സമയത്ത് ആൻസർ എന്താണ്, 0 + 2 നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 2 തന്നെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഒരു ഓപ്പറേറ്ററിനെ വർക്കൗട്ട് ചെയ്യാം. 5.5 - 7.5 നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, നോർമൽ സബ്ട്രാക്ഷൻ -2.5 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സെഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണ്, -2.5. ഈ ഒരു സെഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണ്, 2. ഇനി ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സ് നോക്കിയേ, നമ്മൾ ബ്രാക്കറ്റിന് പുറത്ത് വന്നു. അപ്പോൾ ഇവിടെ ആദ്യം കാണുന്നത് എന്താണ്, ഡബിൾ സ്റ്റാർ. ഡബിൾ സ്റ്റാറിന് പ്രിസിഡൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും, 2 ഡബിൾ സ്റ്റാർ 2 ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 4 കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് പ്ലസ്സും ഉണ്ട്, ഫ്ലോർ ഡിവിഷനും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്, ഫ്ലോർ ഡിവിഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 12 ഫ്ലോർ ഡിവിഷൻ എന്ത് കിട്ടും, -2.5. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് ഫ്ലോർ ഡിവിഷൻ ആയതുകൊണ്ട് 12 ഫ്ലോർ ഡിവിഷൻ 2.5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, -6 ആയിരിക്കും അല്ലേ. കോഷ്യൻ്റ് അല്ലേ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -6 കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ഒരു ഒറ്റ ഓപ്പറേറ്റർ മാത്രമേ ഉള്ളൂ, അതാണ് പ്ലസ്. അപ്പോൾ നമുക്ക് എന്താണ് 4 + -6 നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, -2. ഓക്കെ അല്ലേ. ഇനി അതുപോലെ വേറൊരു സിമ്പിൾ എക്സ്പ്രഷൻ 50 - 5 × 6 ഫ്ലോർ ഡിവിഷൻ 4. അപ്പോൾ എന്താണ് 50 അങ്ങനെ തന്നെ കൊടുത്തു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എന്താണ് 5 × 6 ആണ്. അപ്പോൾ അതിനാണ് മൈനസിലും മൾട്ടിപ്ലിക്കേഷനിലും ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്, മൾട്ടിപ്ലിക്കേഷനാണ്. സോ 5 × 6 നമുക്ക് എന്ത് കിട്ടും, 30. സോ 50 - 30 നമുക്ക് എന്ത് കിട്ടും, 20 കിട്ടും. എന്നിട്ട് ബ്രാക്കറ്റിന് പുറത്തേക്കുന്ന സമയത്ത് 20 കഴിഞ്ഞിട്ട് പിന്നെ ആകെ ഒരു ഒറ്റ ഓപ്പറേറ്ററേ ഉള്ളൂ. വാട്ട് ഇസ് ദാറ്റ്, ഫ്ലോർ ഡിവിഷനാണ്. 20 ഫ്ലോർ ഡിവിഷൻ 4 നമുക്ക് എന്ത് കിട്ടും, 5 കിട്ടും ആൻസർ. ഓക്കെ,
ഇനി അടുത്ത വേറൊരു എക്സ്പ്രഷൻ നോക്ക്, നോട്ട് ഓഫ് 10 ലെസ് ദാൻ 5 ഓർ 5 ഈക്വൽ ടു 5. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കുക, ഈ ഒരു എക്സ്പ്രഷൻ നോക്കുവാണെങ്കിൽ ബ്രാക്കറ്റഡ് ഓപ്പറേഷൻ വേണം ആദ്യം നോക്കാൻ. അപ്പം 10 ലെസ് ദാൻ 5 എന്ന് പറയുന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ? 10 ഈസ് നോട്ട് ലെസ് ദാൻ 5 അല്ലേ? അപ്പോൾ സോ നമ്മുടെ ആൻസർ എന്താണ്? ഫോൾസ് ആണ്. അതേപോലെ നെക്സ്റ്റ് ബ്രാക്കറ്റ് നോക്കും, 5 ഈക്വൽ ടു 5 ആണോ നോക്കും, അത് ട്രൂ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള എന്താണ്? ഇവിടെ ഒരു നോട്ടും ഉണ്ട് ഓറും ഉണ്ട്. സോ നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റർ വെച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രിസിഡൻസ് കൂടിയത് ആർക്കാണ്? നോട്ടാണ്. രണ്ടാമത് വരുന്നതാണ് ഫസ്റ്റ് നോട്ട് ചെയ്യണം, രണ്ടാമത് വേണം നമ്മൾ ഓർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോട്ട് ആദ്യം ചെയ്യാം. നോട്ട് ഓഫ് ഫോൾസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആൻസർ കിട്ടുന്നതാണ് ഇവിടെ വിടുന്ന ആക്ച്വലി ട്രൂ എന്നുള്ളൊരു ഫോൾസ് എന്നുള്ളൊരു വാല്യൂ അല്ലേ? നോട്ട് ഓഫ് ഫോൾസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ട്രൂ ആണ്. അത് നമ്മൾ ആരുമായിട്ട് ഓർ ചെയ്യും? ട്രൂ ആയിട്ട് ഓർ ചെയ്യും. സോ ട്രൂ ഓർ ട്രൂ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താണ്? ട്രൂ എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി എക്സ്പ്രഷൻ ഇവാലുവേഷനകത്ത് നമ്മൾ മെയിൻലി നോക്കേണ്ട കാര്യം. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു എക്സ്പ്രഷനൊക്കെ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നോർമലി ന്യൂമറിക്കൽ വാല്യൂസിന് പകരമായിട്ട് നമുക്ക് എന്ത് എടുക്കാം? ചില സമയങ്ങളിൽ ട്രൂ വരുന്ന സ്ഥലങ്ങളിൽ ചില ഇവാലുവേഷൻസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? 1 നമുക്ക് യൂസ് ചെയ്യാം. ട്രൂ ഈസ് കറസ്പോണ്ട്സ് ടു 1 എന്നൊരു കണ്ടീഷനുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു 3 വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. എയ്ക്കും വാല്യൂ ഉണ്ട്, എയ്ക്ക് വാല്യൂ ഉണ്ട്, ബിക്ക് വാല്യൂ ഉണ്ട്, സിക്ക് വാല്യൂ ഉണ്ട്, ഡിക്ക് വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെ വർക്ക് ഔട്ട് ആവുന്നതെന്ന് നോക്കാം. ആദ്യം എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1. സോ 1 + 3 നമുക്ക് കിട്ടുന്ന ആൻസർ വരണം. ലെസ് ദാൻ ബിയുടെ വാല്യൂ എത്രയാണ്? 5 ഇവിടെ തന്നിട്ടുണ്ട്. 5 × 1 നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഓർ സി ആൻഡ് ഡി. ഓക്കെ, അപ്പോൾ സിയുടെ വാല്യൂ എന്താണ്? -1, ഡിയുടെ വാല്യൂ എന്താണ്? ട്രൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം വരുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനാണ് ഇതിൽ ഹയസ്റ്റ് വാല്യൂ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5 × 1 നമുക്ക് ആൻസർ എന്തായിട്ട് കിട്ടും? 5 ആയിട്ട് കിട്ടും അല്ലേ? 5 × 1 ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 5 ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ 1 + 3 ലെസ് ദാൻ 5 ഓർ സി ആൻഡ് ഡി അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോജിക്കൽ ഓപ്പറേറ്റർ നമുക്ക് വർക്ക് ഓൺ ചെയ്യാം. അപ്പോൾ സി ആൻഡ് ഡി, സിയുടെ വാല്യൂ എത്രയാണ്? -1 ആണ്. ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ. അപ്പോൾ -1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കിക്കേ, -1 ആൻഡ് ട്രൂ. അപ്പോൾ നമ്മളിതുവരെ പഠിച്ചേക്കുന്നത് ട്രൂ ഫോൾസ് അങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ ശരിക്കും 0 അല്ലാത്ത എല്ലാ വാല്യൂവിനെയും നമ്മൾ വിളിക്കുന്നത് എന്തായിട്ടാണ്? ട്രൂ ആയിട്ടാണ് വിളിക്കുക. അപ്പോൾ -1 0 ആണോ? അല്ല. അതുകൊണ്ട് -1നെ നമ്മൾ വിളിക്കുന്നത് എന്തായിട്ടായിരിക്കും? ട്രൂ ആയിട്ടായിരിക്കും. സോ ട്രൂ ആൻഡ് ട്രൂ കിട്ടുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് എന്താണ്? ട്രൂ തന്നെ കിട്ടും. അപ്പോൾ ഈ സെഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഇവിടെ നമ്മൾ 3 + 1 നമുക്ക് ചെയ്യുമ്പോഴേക്കും എന്ത് കിട്ടും? 4 കിട്ടും. സോ 4 ലെസ് ദാൻ 5 ഓർ എന്ത് കൊടുക്കാം? ട്രൂ വാല്യൂ അല്ലേ? അപ്പോൾ 4 ലെസ് ദാൻ 5 ആണോ അല്ലയോ? യെസ്, ഇറ്റ്സ് ട്രൂ അല്ലേ? അല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ ട്രൂ ആണ്. ട്രൂ ഓർ ട്രൂ ചെയ്യും. ട്രൂ എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? ട്രൂ ആണ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഒന്നെങ്കിൽ നമ്മൾ ട്രൂ എന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ട്രൂവിന് പകരമായിട്ട് നമുക്ക് എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം? 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ട് ആൻസേഴ്സ് ട്യൂട്ടോറിയലിനകത്ത് എഴുതുക. ഓക്കെ.